യവനിക ഉയരുന്നു ഇവിടെ വിടർന്നൊരു ജീവിത നാടകം. അമ്പളിക്കുട്ട എവിടെ പോയി കിടക്കുന്നു? ദൈവമേ, അമ്പുജാൻ വരാത്തോണ്ടാണല്ലോ മുത്തശ്ശിയുടെ വേഷം എനിക്ക് ചെയ്യേണ്ടി വന്നത്. എങ്ങനെ പോകുമെന്തോ. കോൾ എടുക്കുന്നുമില്ലല്ലോ അമ്പുജം. എടാ അമ്പളിക്കുട്ട ഒന്ന് ഓടി വാടാ, ഞാനിപ്പോ എന്തിയൊന്നും അറിയില്ല. അനൗൺസ് ചെയ്തേക്കാം. പ്രിയരെ, ചപ്പിളിമുക്ക് ചലഞ്ച് ക്ലബിന്റെ വിഷുദിന ആഘോഷത്തോടനുബന്ധിച്ച് അമൃത TV കോമഡി മാസ്റ്റേഴ്സിലെ ഒറ്റ സ്കിറ്റുള്ള വൈറൽ താരങ്ങളായി മാറിയ ബാബു പരസ്യമോടും അമ്പളിക്കുട്ടനും ചേർന്ന് ഒരുപ്പിക്കുന്ന നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നു. അവണ നാടകം തുടങ്ങണ്ടേ? തുടങ്ങണം. അയ്യോ, അതുകൊണ്ട് ഇവരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ നാടകം കാണാൻ. ആരൊക്കെ? അതുകൊണ്ട് അഖില് അറിയാമോ? ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു പെണ്ണ് കേസിപ്പെട്ടല്ലോ ഇടയ്ക്ക്. എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിനിമ പടമാണ് നിഖില വിമല് അഭിനയിച്ചൊരു പടത്തിന്റെ പേരാണ് പെണ്ണ് കേസ്. അല്ലാതെ പെണ്ണ് കേസിപ്പെട്ടതല്ല. നേരത്തെ പെട്ട് അത് വിഷയമില്ലായിരുന്നു. അവന്റെ തുണി നോക്കിയാ കാണാം. മറ്റേ മതിലിന്റെ വെളിയിരിക്കുന്ന കുപ്പിയോട് കൊണ്ട് കീറിയത് മതിലിയാട്ടമാണ്. ഞാൻ നിൽക്കുന്ന അവസ്ഥ നീ കണ്ട? ഇതെന്തോന്ന് കോലം ഉണ്ടായത്? അത് തന്നെ നമ്മുടെ അമ്പൂജ ഉണ്ടല്ലോ, മെയിൻ നടി മുത്തശ്ശി വരത്തില്ല. അയ്യോ, ആ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ തന്നെ ചെയ്യാൻ പോണു. ഇതെന്തോന്ന് മീശയിലൊക്കെ പാൻ കേക്ക് അടിച്ചത്. ആര് കടിച്ച്? പാൻ കേക്ക് അടിച്ചതെന്ന്. പാൻ കേക്ക് അടിച്ചതാ? ഓ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇന്റർവെൽ വരെ മുത്തശ്ശി, ഇന്റർവെല്ലിന് ശേഷം മുത്തശ്ശൻ. ഓക്കെ, കാര്യങ്ങളെല്ലാം കൂടെ കട്ടക്ക് ഞാൻ പ്രോപ്പർട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാം ഉണ്ട്. എനിക്ക് അതറിഞ്ഞാൽ മതി. കൃത്യസമയത്ത് സാധനങ്ങൾ കൈ കിട്ടണം. പിന്നെ ഒരു കാര്യം, ഡയലോഗ് ഒക്കെ പഠിച്ചാ? ഡയലോഗും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. നാടകത്തിന്റെ തുടക്കം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ വിട്. പിന്നെ ഓക്കെ ആണോ? അവസാനം ചെറിയൊരു സംശയം. ആ സംശയം വിടടാ. ബാക്കി ഇടയ്ക്കുള്ളതാ? ഇടയ്ക്കുള്ളതൊക്കെ മറന്നുപോയി. മറന്നുപോയെന്നാ ഈ സമയത്താ? ആ സ്ക്രിപ്റ്റ് നോക്കി വെച്ചോ കേട്ടോ. എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എനിക്ക് ഈ ഇല്ലത്തിന്റെ നാടകമൊന്നും പറ്റില്ല. അയ്യ ആണോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഏതാണാവോ താങ്കൾക്ക് പറ്റുന്നത്? നമുക്ക് നമ്മുടെ പഴയ ബൈബിൾ നാടകം മതിയായിരുന്നു. നീ ഒറ്റ ബൈബിൾ നാടകം നിർത്തിച്ചത്. ഞാൻ തോയത് എടാ ബൈബിൾ നാടകത്തിൽ നിന്റെ വേഷം എന്താണ്? എന്റെ വേഷം മറ്റേ യേശുദേവനെ ഒറ്റി കൊടുക്കുന്ന ആള്. ആരാണ്? യേശുദാസ്. യൂദാസ്. യൂദാസ് എപ്പോഴാണോ യേശുദേവനെ ഒറ്റ കൊടുക്കാൻ വരേണ്ടത്? നാടകത്തിന്റെ അവസാനം ആണല്ലോ. നീ കഴിഞ്ഞ നാടകത്തിന് എന്താണ് നീ ചെയ്തത്? ആദ്യം ഒന്ന് ഒറ്റ കൊടുത്തിട്ട് പോയല്ലോ. എന്റെ കൂട്ടുകാരുടെ കല്യാണം, അവിടെ ഒരു കുപ്പി എടുത്ത് എന്നിട്ട് പറഞ്ഞാൽ അമ്പലിക്കുട്ട പെട്ടെന്ന് പാടാന്ന്. ഞാനിവിടെ ക്ലൈമാക്സ് വരെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുപ്പി തീരും. അവിടെ ഞാൻ ആദ്യം വന്ന് യേശുദേവനെ ഒറ്റിട്ട് അങ്ങ് പോയി. ഒറ്റ കൊടുത്തത് ഓക്കെ. അവിടെ ഫ്രണ്ടിൽ നിന്ന് എന്തോന്ന് എണ്ണിയത്? അത് പിന്നെ 30 വെള്ളിക്കാശ് തരത്തില്ലേ? നമ്മൾ എണ്ണി ഉറപ്പിക്കണ്ടേ 30 ഉണ്ടാന്ന്. പറ്റിക്കൊന്നും ചിലവന്മാര്. എന്നിട്ട് തന്ന മഹാരാജാവിന്റെ അടുത്ത് നീ എന്താണ് പറഞ്ഞത്? താങ്ക് യു. ബൈബിൾ നാടകത്തിൽ താങ്ക് യു അല്ലടാ. അതിന് മനസാക്ഷിയുള്ള ആരായാലും ഒരു നന്ദി പറയുമല്ലോ. ഇപ്പൊ യൂദാസ് ആയാലും ശരി, ഉലഹനായാലും ശരി. ഒരു കാര്യം, അതിന് ഫസ്റ്റ് അനൗൺസ്മെന്റ് എടുത്ത് മൈക്ക് ചെക്ക് ചെയ്ത് വായിക്കും. മൈക്ക് ചെക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഒക്കെ സമയത്തിന് കിട്ടണം കേട്ടാ. ഹലോ മിമിക്രിക്കല്ല വന്നത്, നാടകത്തിനാണ് വന്നത്. മാറിപ്പോയി. അതേ രീതിയിൽ മൈക്ക് ചെക്ക്. ഹലോ ചെക്കിംഗ്. ഹലോ 1 2 3 4 ചെക്കിംഗ്. ഹലോ ഇറങ്ങി പോടി എടുത്തു. പട്ടിയൊക്കെ ഒന്ന് തേനകത്തോട്ട് കയറുന്നു. പട്ടിയൊക്കെ വിളിച്ച് കയറ്റിയാ? ആണോ ഇത്? അത് വേണ്ട കേട്ടാ. നീ അനൗൺസ് പ്രിയരെ, കൊല്ലും കൊലയും നല്ലതല്ല തിയേറ്റേഴ്സിന്റെ. കൊല്ലും കൊലയും നല്ലതല്ലേ? പിന്നെ കൊല്ലം കലാനിലയ തലം. നീ അനൗൺസ് ഞാൻ ചെയ്തോളാം. ചെല്ലി അങ്ങോട്ട് പോ. ആ അമ്പലത്തിന് വിളിച്ചു നോക്കണേ. പ്രിയരെ, കൊല്ലും കലയും നല്ലതല്ല. അയ്യോ, അതിനെ ഞാനും വിളിച്ചു പറയുന്നു. പ്രിയരെ, കൊല്ലം കലാനിലയത്തിലും തിയേറ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് നാടകമായ എന്ന ഹിറ്റ് നാടകത്തിന് ശേഷം കൊല്ലം കലാനിലയം തിയേറ്റേഴ്സിന്റെ പുതിയ കലോപഹാരം പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരന്മാരായ കുടുകുടാഫി, കുഞ്ചിത്തറാഫി എന്നിവരുടെ ഹിറ്റ് നോവലായ ക്ലിഞ്ഞാണിയോ മുള്ളാണിയോ ബിരിയാണിയോ എന്ന നോവലിന്റെ ഒരു ചെറിയ ഭാഗം നാടകരൂപത്തിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈശ്വര, ഇതെന്ത് വിധി! ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നാടക രചന ബാബു പരസ്യമോട്, രംഗപടം പരസ്യമോട് ബാബു, സമയം ബാബു പനച്ചമൂട്, നാടക സംവിധാനം പനച്ചമൂട് ബാബു. ധാരാണ് പനച്ചമൂട് ബാബു. നിങ്ങൾ വാപ്പിളി പനച്ചമൂട് ബാബുവും സംഘം അവതരിപ്പിക്കുന്ന ആള് ഉടൻ തന്നെ ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ജൂൺ ആദ്യവാരം മുതൽ കൊല്ലം കലാനിലയത്തിലും തിയേറ്റേഴ്സിനോടൊപ്പം പ്രശസ്ത സിനിമാ നടികളായ ഡയാന, ശ്രീവിദ്യ മുല്ലശ്ശേരി ക്ഷണിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ അന്നദാനം കഴിക്കാൻ വരുന്നതായിരിക്കും.
നാടകം സമാരംഭിക്കുന്നു. അതിനു മുന്നോടിയായി വേദിയിലേക്ക് വെളിച്ചം വീശാവുന്ന തരത്തിലുള്ള എല്ലാ വൈദ്യുത ദീപാലങ്കാരങ്ങളും കെടുത്തിത്തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായ. ആ റോഡിൽ കിടക്കുന്ന വെട്ടം അണയ്ക്കണ്ട. ഓടുമ്പോ ഭയങ്കര ഇരുട്ടായിരിക്കും, തട്ടിയടിച്ച് വീഴുന്നു. എപ്പോഴാണ് ഓടി പോണത്? സഹകരിക്കുക, ഞങ്ങൾ ആരംഭിക്കുന്നു. ബെല്ലോട് വായി നോക്കി ഇരിക്കുകയാണ്. ബെല്ലൊക്കെ സമയത്ത് പ്രോപ്പർട്ടി യവനിക ഉയരും മുത്തശ്ശി കയറായി. നിലവിളക്ക് ഇവിടെ നിലവിളക്കല്ലി കഴിഞ്ഞ സ്റ്റേജിൽ കളഞ്ഞു പോയത്. കളഞ്ഞു പോയത് ഇപ്പൊ എന്തുകൊണ്ട് കയറും? ഇനിയിപ്പോ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഇതും കൊണ്ട് കയറും. എന്തോന്നടേ ഇത്? കയറി പോന്ന് ഇതൊക്കെ മതിയെന്ന് ചെല്ലങ്ങോട്ട്, അല്ലെങ്കിൽ അങ്ങ് മറിക്കുക അവിടെ. ദീപം 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 ദീപം. ഈശ്വരാ, ത്രിസന്ധിക്ക് തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞല്ലോ. കുറ്റിരുട്ടും ഒന്നും കാണാനും പറ്റുന്നില്ല. എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയ പിന്നെ എന്നെ വിട്ടു പോയാൽ പിന്നെ ഈ മുത്തശ്ശി ഒറ്റയ്ക്കായി പോയി. എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ ഒറ്റക്കിട്ടിരിക്കുന്നത്? ദൈവമേ, എന്നെ കൂടെ അങ്ങ് എടുത്തൂടെ? എന്തിനാ ഒറ്റക്കിട്ടിരിക്കുന്നത്? എന്നെ അങ്ങ് എടുത്തൂടെ ദൈവമേ? ഉമ്മർത്തൊരു ശബ്ദം കേട്ടല്ലോ, ആരാണെന്തോ. ഏതാ കുട്ടിയെ നീ? മുത്തശ്ശി ഓർമ്മയുണ്ടോ? എന്ത്? അടുത്ത ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്കറിഞ്ഞു. ഡയലോഗാ? പറയണം, നോക്കിയെങ്കിലും പറയണം. മുത്തശ്ശി ഓർമ്മയുണ്ടോ എന്നെ? ആരാ നീ? മനസ്സിലായില്ല. ശരിക്കും ഓർത്ത് നോക്ക്. പണ്ട് ഈ തറവാട്ടിലെ അടിച്ചു തളിക്കാരിയായിരുന്ന ശാരദ. ശാരദ അനുപമ പരമേശ്വരനായിരുന്നു. പരമേശ്വരൻ അനുപമ സൗന്ദര്യമായിരുന്നു. സൗന്ദര്യം. എന്നിട്ട് ഇവിടുത്തെ ഇളമുറ തമ്പുരാനുമായി പ്രണയത്തിലായി. അതെ. പക്ഷേ ഇവിടുത്തെ വലിയ കാരണവർ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കി. അന്ന് ശാരദയുടെ ഉള്ളിൽ ഇളമുറ തമ്പുരാന്റെ കൂണ് വളരുന്നുണ്ടായിരുന്നു. കുഞ്ഞു 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 ആരോരും പറയാതെ ശാരദ തമ്പുരാട്ടിയും തമ്പുരാനും ബോംബെയിലേക്ക് നാടുവിട്ടു. ശാരദ തമ്പുരാട്ടി അവിടെ ഒരു ചോര കുഞ്ഞിന് ജന്മം നൽകി. മ്യൂസിക് ഇട്ടത്? മ്യൂസിക് അവിടെ ഇട്ടുള്ളൂ. അവൻ തേങ്ങ ഇടും. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ബ്രിട്ടീഷുകാരൊന്നും വെടിവെച്ചില്ലേ? നമ്മൾ നാടകം കഴിഞ്ഞ് കട്ടനം കഴിച്ച് ഞാൻ വയലിന്റെ വരമ്പ് എത്തിയപ്പോഴാണ് വെടികൂട്ടിയത്. അവയുടെയൊന്നും ഇല്ലെന്ന്. അങ്ങനെ മുത്തശ്ശി ആ ചോരക്കുഞ്ഞ് ബോംബെ തെരുവീതികളിൽ കിടന്ന് വളർന്നു. അവനവിടെ തതോലോക രാജാവായി. ദാവൂദ് ഉണ്ണി. എന്തോന്ന്? ദാവൂദ് ഉണ്ണി. ദാവൂദ് ഉണ്ണിയോ? ഈ ദാവൂദ് ഇബ്രാഹിം ഒക്കെ ഇല്ലേ? അതൊക്കെ കൈ നിട്ട് കളിച്ചതാ. കൈ നിട്ടോ? പക്ഷെ കൈ നിന്നുള്ളതും കൂടെ പോവരുത്. എന്റെ ഉണ്ണിയാണോ ഇത്? ഞാനിപ്പോ എന്താ കേക്കണേ? എന്റെ ഉണ്ണി എങ്ങനെ തോന്നി ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? ബോംബെയിൽ നമ്മൾ എനിക്ക് മനസ്സിലായി എന്റെ മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. സഹിച്ചില്ല, ഞാൻ നേരെ ഓടി ഇങ്ങോട്ട് പോന്നു. ഓ ആണോ അല്ലേ? ഉണ്ണി നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നോ? അച്ഛനുണ്ടായിരുന്നു, രണ്ടു ഉണ്ണി. നിന്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നോന്ന് ഈ ഒരു ചിന്ത. മുത്തശ്ശി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് ഉണ്ടായിരുന്നു മുത്തശ്ശി. അതുകൊണ്ട് എന്റെ അച്ഛനാണ് പറഞ്ഞത് മുത്തശ്ശിയെ വന്ന് ഒരു നോക്ക് കാണാൻ. അയ്യോ, അമ്പലിക്കുട്ടാ, ഉണ്ണി. എന്റെ അച്ഛനെയും അമ്മയും കാണാൻ ഈ ഉള്ളവർക്ക് കൊതിയായിട്ട് വയ്യ. അമ്മിക്കല്ലേ? അമ്മിക്കല്ല, വിഷമിക്കല്ലേ? കയ്യിലും തോടാ. ഇത് ബസ് ടിക്കറ്റ്. ഇത്രയും വലിയ ബസ് ടിക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ മുത്തശ്ശിയുടെ ജീവിതത്തിൽ. ബോംബെ നിന്ന് വന്നില്ല, അതുകൊണ്ട് അത്രയും വലിയ ടിക്കറ്റ്. അത് മടക്കി വെച്ചിട്ട് നാടകം കളിക്കണം.